നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ട് കളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളിലേക്ക് കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നതായിരിക്കും. പിന്നെ ഇതൊരു ടാരോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകണം. പിന്നെ എല്ലാ ദിവസവും യൂണിവേഴ്സൽ മെസ്സേജ് ഇടാൻ പറ്റാത്തത് ചില ദിവസം ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും തിരക്ക് വരുന്നത് കൊണ്ടാണ് കേട്ടോ. കുറേ ആളുകൾ അപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇടാൻ പറ്റാതെ പോകുന്നത്. നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൂടി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇടുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അത് എല്ലാവരും കണക്റ്റ് ചെയ്യണം. പിന്നെ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ എപ്പോഴും ഒരു മാനിഫെസ്റ്റേഷൻ, അതായത് ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും എഴുതി കയ്യിൽ സൂക്ഷിക്കുക കേട്ടോ. അതനുസരിച്ച് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവും. നിങ്ങളുടെ ഒരു പവറാണ്, നമ്മുടെ മൈൻഡ് പവറാണ് നമുക്ക് ഓരോന്ന് നേടിയെടുക്കാൻ പറ്റുന്നത്. നമ്മുടെ മനസ്സിൽ വിശ്വാസക്കേട് വന്നാൽ പിന്നെ ആ ഒരു വഴിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. വിശ്വാസമാണ് നമ്മൾക്കെല്ലാം നേടിത്തരുന്നത്. അതിനുവേണ്ടി എല്ലാ പോസിറ്റീവ് എനർജികളും നമ്മുടെ ശരീരത്തിൽ കണക്റ്റഡ് ആണ്, നമ്മുടെ ബ്രെയിനിൽ കണക്റ്റഡ് ആണ്. നിങ്ങളുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് തെറ്റായത് ചിന്തിച്ചാൽ അപ്പം തന്നെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നെക്സ്റ്റ് കാര്യത്തെക്കുറിച്ച് അധികമായിട്ട് പറഞ്ഞ് ചിന്തിക്കാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ മാറ്റങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുക. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന സ്ട്രെങ്ത് കാർഡാണ് കേട്ടോ. വളരെയധികം പോസിറ്റീവായൊരു കാർഡാണ്. ധൈര്യത്തിൻ്റെയും കോൺഫിഡൻസിൻ്റെയും ഒക്കെ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏത് സിറ്റുവേഷൻസിനെയും നിങ്ങൾക്ക് അതിജീവിക്കാനുള്ളൊരു പവർ എനർജി, എത്ര ഡിഫിക്കൽറ്റി ആയ ഒരു വ്യക്തിബന്ധങ്ങളെ ആയിക്കോട്ടെ, സാഹചര്യങ്ങളെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഏത് കാര്യത്തെയും നിങ്ങൾക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു പവർ എനർജി നിങ്ങളിലുണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു കാർഡ് കാണിച്ചു തരുന്നത്. വളരെയധികം പോസിറ്റീവ് ആകുന്ന, വളരെയധികം നിഷ്കളങ്കമാകുന്ന ഒരു മൈൻഡ് സെറ്റ് എനർജിയിലുള്ളവരുടെ എനർജിയാണ് നമുക്കിവിടെ കണക്റ്റഡായി വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് മാസക്കാരുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട്, അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡായി നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ, നിങ്ങളുടെ ഒരു ഇമാജിൻ, നിങ്ങൾ മനസ്സുകൊണ്ട് എപ്പോഴും ഒരു കാര്യത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. റൊമാൻസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ചെയ്യുന്നതായിക്കോട്ടെ, അതിനുള്ളൊരു റൈറ്റ് ടൈമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത്. നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങളുടെ ഒരു കാര്യം നേടിയെടുക്കാനുള്ള ഒരു സമയമാണ്. അതിന് നിങ്ങൾ കാണിക്കേണ്ടത് സ്ട്രോങ് ആകുന്നൊരു മൈൻഡ് സെറ്റാണ്. ഭയത്തെ അതിജീവിച്ച് നിങ്ങൾ പോരാടുക എന്നാണ് ഡിവൈൻ നമ്മളോട് പറയുന്നത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സമയത്താണ് നിൽക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഒരു റൊമാൻസ്, നിങ്ങളുടെ പ്രണയം പറയാൻ നിങ്ങൾ ആഗ്രഹിച്ചൊരു കപ്പ് ഓഫ് ലവ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു കാര്യത്തിന് പറ്റിയ കറക്റ്റ് ടൈമാണ്. നിങ്ങൾ എന്ത് ചെയ്തോളുക, അടുത്ത സ്റ്റെപ്പ്, നെക്സ്റ്റ് ആക്ഷൻ എടുത്തോളുക എന്നാണ് ഡിവൈൻ കാണിക്കുന്നത്. നിങ്ങൾക്കതിനുള്ളൊരു ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഇറങ്ങി ചെല്ലുക. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുത്താനായിട്ടും, നിങ്ങൾക്ക് നെക്സ്റ്റ്, അതായത് ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണക്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്കൊരു മുൻകൂട്ടി കാര്യങ്ങളെ അറിയാൻ സാധിക്കുന്ന ഒരു മൈൻഡ് സെറ്റുള്ള വ്യക്തികളാണ്. വരും വരായികളെക്കുറിച്ച് തിരിച്ചറിയാനും നിങ്ങൾക്ക് കഴിയുന്ന വ്യക്തികളാണ്. അപ്പോൾ ഒരു സോൾ സെർച്ചിങ് എനർജിയും കൂടി
നിങ്ങളിപ്പം നടത്തേണ്ട സമയമാണെന്നാണ് കാണുന്നത്. അതുപോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ എനർജിയിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്യുമ്പം 100% നിങ്ങൾക്ക് ഇന്ന് പല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പേടി തോന്നിയ പല കാര്യങ്ങളെയും ഇന്ന് നിങ്ങൾ സിമ്പിളായിട്ട് വളരെയധികം നേക്കോടുകൂടി നിങ്ങൾ മാനേജിങ് ചെയ്തു പോകും. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രഷ്യസ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ആത്മവിശ്വാസവും അഭിമാനവും എല്ലാം തോന്നിക്കുമെന്നുള്ളൊരു എനർജിയാണ് കാണുന്നത്. അതുപോലെ കാത്തിരുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയാണ്. ചെറിയ രീതിയിലൊക്കെ ഒരു സ്പിരിച്വൽ പാതയിലേക്കൊക്കെ കുറച്ച് ആളുകൾക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് ആണ് തൊട്ടടുത്ത് എന്ന് വന്നിരിക്കുന്നത്. ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധം നിന്നിരുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുള്ളൊരു പവർ വരുന്നുണ്ട് കേട്ടോ. അതായത് ചില എനർജികളെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ദീർഘവീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നൊരു സിറ്റുവേഷൻസ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇമോഷണൽ ബൗണ്ടറിയൊക്കെ ഒരു സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ നിങ്ങളിൽ ഒരുപാട് പേർക്ക് മാറാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ കുറച്ച് ഹാപ്പിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് വ്യക്തികളുടെ പ്രസൻസ്, ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ ഒരുപാട് പേര് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു, നിങ്ങളിലേക്ക് ഇമോഷണലി വന്നു ചേരുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു. ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിൽ ഒരു ഒറ്റപ്പെടലിൽ നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു കൂട്ടമായ കുറച്ച് ആളുകളുടെ പ്രസൻസ്, ഒരുപാട് വ്യക്തികളുടെ ഇമോഷണൽ പരമാകുന്ന സപ്പോർട്ട് വരാൻ പോകുന്നതായിട്ടും അത് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസ് മാറ്റിയെടുക്കാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നുമാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച പ്രതിസന്ധികൾക്ക് ഒരു അവസാനം വരുന്നു. അതായത് നിങ്ങൾ അനുഭവിച്ച വിഷമത്തിന്, എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിച്ചെങ്കിൽ, ദാരിദ്ര്യപരമാകുന്ന ചില സിറ്റുവേഷൻസിലൂടെ കടന്നുപോയ വ്യക്തികളാണെങ്കിൽ, അതുപോലെ ഇമോഷണൽ ദാരിദ്ര്യം, അതായത് നിങ്ങൾക്ക് സ്നേഹബന്ധങ്ങളിലൊരു ദാരിദ്ര്യം അനുഭവിച്ച വ്യക്തികളാണെങ്കിൽ, ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ലോസൊക്കെ നേരിട്ട വ്യക്തികളാണെങ്കിൽ, നിങ്ങൾ ആ ഒരു അനുഭവിച്ച സാഹചര്യങ്ങളിൽ നിന്നും മറികടക്കാൻ പോകുന്ന, അതായത് പുതിയ ചില കാര്യങ്ങൾ, ഗുഡ് ന്യൂസ്, കാത്തിരുന്ന ചില സിറ്റുവേഷൻസുകൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ചിലരെ സംബന്ധിച്ച് ഒരു ട്രാവലിംഗ് എനർജി, ഒരു ചേഞ്ചിങ്, ജീവിതത്തിൽ ഒരു മാറ്റത്തിലേക്ക്, ഒരു ചേഞ്ചിങ്ങിലേക്ക് പോകാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഇന്ന് ചിലപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ട്രാവലിംഗ് ആയിരിക്കും. അതല്ലെങ്കിൽ കുറേ കാലങ്ങൾ കൊണ്ട് നിങ്ങൾ കാത്തിരുന്ന ഒരു ട്രാവലിംഗ് എനർജി, ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചത്, ഫാമിലി എനർജിയോടൊത്ത് തന്നെ നിങ്ങൾക്കൊരു ട്രാവലിംഗ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ചിലപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് രണ്ട് സിറ്റുവേഷൻസുകളിൽ നിന്ന വ്യക്തികൾക്കായിരിക്കാം ഇനി ഒരുമിച്ചൊരു യാത്ര എന്നുള്ള ഒരു കാര്യം ഓപ്പണിംഗ് ആയി വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ട സമയമായി കേട്ടോ. അതായത് മാനിഫെസ്റ്റേഷൻ എനർജിയിലേക്കൊക്കെ മാറുന്നുണ്ട്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുന്നു. നിങ്ങളുടെ സ്കിൽസ്, അതായത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്നും ചെയ്യാതെ മടി പിടിച്ചോ, അതല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസക്കുറവോടുകൂടിയൊക്കെ നിന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സിറ്റുവേഷൻസിൽ നിന്ന് പുറത്ത് കടക്കേണ്ട സമയമായി. ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത് തീർക്കാൻ പോകുന്ന സിറ്റുവേഷൻസാണ്. അതായത് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത്, അതല്ലെങ്കിൽ ഒരു ഉൾവലിഞ്ഞ് നിന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒന്നിലധികം കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആകാൻ പോകുന്നു. അതായത് നിങ്ങളുടെ കഴിവ് നിങ്ങൾ തെളിയിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഒരു പവർ നിങ്ങൾ പുറത്ത് ഇറക്കേണ്ട സമയമായൊരു മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ എന്ത് കാര്യത്തെയാണോ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നത്, എന്ത് കാര്യത്തെയാണോ നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ഫോക്കസ് ചെയ്ത കാര്യം നിങ്ങൾക്ക് വന്നു ചേരുന്നു. അതുപോലെ ഒന്നിലധികം നിങ്ങൾക്ക് മറ്റുള്ളവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, ഒരു ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ പറ്റുന്ന ഒരു അവസരം ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നു മുതൽ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പോരാളിയെ പോലെ, ഒരു വീരനെ പോലെ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് വരുത്തേണ്ടതായിട്ടുണ്ട്.
അതുപോലെ നല്ല പോലെ ആലോചിച്ച് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ വലിയൊരു വിജയം കാണുന്നുണ്ട്. മെൻ്റൽ ക്ലാരിറ്റി എനർജിയിലാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ കടന്നു പോകുന്നത്. അതായത് ഇമോഷണൽ പരമാകുന്ന ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു ഏജ്ഡ് ആയ ഒരു എനർജി, ഒരു 40 എബോവ് ഒക്കെ ആയ വ്യക്തികളുടെ ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ കാണുന്നത്. ആ ഒരു എനർജിയിലൊക്കെ നിൽക്കുന്നവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പുതിയ ചില കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു. ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. നിങ്ങൾ ചിലപ്പോൾ ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്ത ചില കാര്യങ്ങൾ വളരെയധികം പോസിറ്റിവിറ്റിയോടുകൂടി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. ഒരു ഗ്രോത്ത് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില പുതിയ ഐഡിയാസുകൾ, ചില പ്രോജക്റ്റ് വർക്കുകളൊക്കെ തുടങ്ങി വയ്ക്കാൻ പറ്റുന്നുണ്ട്. ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ഉള്ള ചില കാര്യങ്ങളിൽ എന്തായാലും നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് എന്തായിക്കോട്ടെ, ഒരു വിവാഹം പോലുള്ളൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന സമയമായിട്ടാണ് കാണുന്നത്. മാനിഫെസ്റ്റേഷൻ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. അതെപ്പോഴും അത് നിങ്ങളിലേക്ക് കണക്റ്റഡായി നിങ്ങൾക്കത് ലഭ്യമാണ്, നിങ്ങൾക്കത് അനുഭവിക്കാനുള്ള യോഗ്യതയുണ്ട് എന്നുള്ള ഒരു പോസിറ്റിവിറ്റിയോടുകൂടി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ കാര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരു ഫൈറ്റിംഗ് ചെയ്ത ചില കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങൾ കുറേ നാളുകൾ കൊണ്ട് സ്വയം ഫൈറ്റിംഗ് ചെയ്യുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ബന്ധങ്ങളെ കണക്റ്റ് ചെയ്ത് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുന്നതായിരിക്കാം. എന്താണേലും ഒരു ഫൈറ്റിംഗ് എനർജി അവസാനിക്കുന്നു കേട്ടോ. നിങ്ങൾ ഇത്രയും നാളും പോരാടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് എൻഡ് ആക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് റിലാക്സ് ആവാൻ പറ്റുന്നുണ്ട്. പ്ലസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം. നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇനി മുന്നോട്ടേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ച ചില കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് അനുയോജ്യമായത്, നിങ്ങൾക്ക് പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നും നോക്കാതെ മുന്നോട്ടേക്ക് പോകാനുള്ളൊരു മാനസിക അവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ ചില സക്സസ് എനർജികൾ, നിങ്ങളെ ഒരു വിക്ടറി എനർജി നിങ്ങളെ തേടി വരുന്നുണ്ട്. റിവാർഡ് കിട്ടുന്ന ഒരു എനർജിയിലേക്കൊക്കെ, അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ഒരു ആത്മപ്രശംസ ലഭിക്കാനും മറ്റുള്ളവരുടെ ഒരു റെസ്പെക്റ്റ് നേടിയെടുക്കാനൊക്കെ പറ്റുന്നൊരവസരം വരുന്നുണ്ട്. അതുപോലെ സാമ്പത്തികമാണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി ലഭിക്കുന്നു. നല്ലൊരു ക്ലാരിറ്റി എനർജിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത്. മറ്റുള്ളവർക്കൊരു മാർഗനിർദ്ദേശം കൊടുക്കാൻ പാകത്തിനുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ മറ്റുള്ളവർക്കൊരു പാഠമാക്കി കൊടുക്കുന്നു, മറ്റുള്ളവർക്കൊരു മാർഗനിർദ്ദേശം പകർന്നു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ പറ്റുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ ട്രാവലിംഗ് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. കരിയർ എനർജിയെ ബേസ് ചെയ്തൊരു സ്ഥാനമാറ്റമാവാം, ഒരു സ്ഥാനചലനം വരുന്നുണ്ട്, ഒരു കയറ്റം, ഒരു ഉയർച്ച, ഒരു ലീഡർഷിപ്പ് എനർജി. അതായത് നിങ്ങൾ സ്വപ്നം കണ്ടത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റി എന്നുള്ളൊരു എനർജി. അതുപോലെ ഒരു ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഒരു ഇൻസ്പിറേഷൻ, ജീവിതത്തെ മാറ്റിമറിക്കാൻ, ചുറ്റുപാടിനെ എല്ലാം ഒന്ന് മാറ്റി എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട്. പെട്ടെന്ന് ആക്ഷൻ എടുക്കപ്പെടുന്ന ചില കാര്യങ്ങൾ കരിയർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. സാമ്പത്തിക ഭദ്രതയും കരിയർ ബേസിലും നല്ലൊരു സക്സസ് ആണ് ഇന്നത്തെ എനർജിയിൽ നമുക്ക് കാണുന്നത്. അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കുക. നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആക്കാൻ ശ്രമിക്കുക കേട്ടോ. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാവുള്ളൂ, പോസിറ്റീവായിട്ട് മാത്രം എഴുതാവുള്ളൂ, പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കാവുള്ളൂ. എപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടി ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നേരിടാനായിട്ട് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങി വരിക. നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടിയെടുക്കാൻ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനേക്കാൾ കുറച്ചും കൂടി നല്ല ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഡിവൈൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എഫോർട്ട് എടുക്കുന്ന കാര്യത്തിൽ, നിങ്ങൾ കഷ്ടപ്പെടുന്ന കാര്യത്തിൽ, നിങ്ങൾ പൂർണ്ണമായി മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കി സമർപ്പണത്തോടു കൂടി എന്ത് കാര്യമാണോ ചെയ്യുന്നത് ആ സിറ്റുവേഷൻസ് നിങ്ങൾക്കുള്ളതാണ്. അതിനെ നിങ്ങൾക്ക്
മാനേജ് ചെയ്യാനും ബാലൻസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പൂർണ്ണതയിൽ ഒരു ബ്ലെസ്സിങ്സിലേക്ക് എത്തിച്ചേരുമെന്നാണ് കാണുന്നത്. ടേക്ക് ആക്ഷൻ എന്നാണ് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു ഗാർഡിയൻ എനർജിയിൽ, നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിൽ നിൽക്കുക. നിങ്ങളുടെ ആ ഒരു പ്രൊട്ടക്ഷൻ, നിങ്ങളുടെ ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ ഒരു വ്യക്തികൾക്കും പ്രവേശനം കൊടുക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ എന്തു കാര്യമാണേലും അത് നിങ്ങളുടെ തീരുമാനത്തിനൊത്തു തന്നെ പോകണം. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവരെ, അതിന് അർഹതയുള്ളവരെ ഏറ്റവും നല്ലൊരു ഗാർഡിയൻ എനർജിയിൽ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നും, മറ്റുള്ളവരെ ഒന്ന് കേൾക്കാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനുമുള്ള ഒരു പവറിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കുക. അതായത് ജീവിതത്തിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നാണ് കാണുന്നത്. ഒരു ജസ്റ്റിസിൻ്റെ സമയമാണ്, നീതിയുടെ സമയമാണ്. അത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗ്യമാക്കിയെടുക്കുക. ജീവിതത്തിൽ വിജയത്തിലേക്ക് തന്നെ പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ ശുഭദിനം.